പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ടൂ വീലറിൻ്റെ എയർ ഫിൽറ്റർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് സൈഡ് പാനൽ അഴിച്ചെടുക്കണം. എവിടെയാണ് നമ്മളെ എയർ ഫിൽറ്റർ ലൊക്കേറ്റ് ആയിട്ടുള്ള ആ സൈഡ് പാനലാണ് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ളത്. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതുകൂടി നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ കവർ അഴിച്ചെടുക്കാം. ഇതിന് 4 സ്ക്രൂകളാണ് വരുന്നത്. ഇത് ഹോണ്ടയുടെ വണ്ടിയാണ്. ഹോണ്ടയുടെ വണ്ടികൾക്ക് എല്ലാം ഈ രീതിയിൽ തന്നെയായിരിക്കും. 125cc താഴെയുള്ള എല്ലാ വണ്ടികളും. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയുന്നു, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഓയിൽ ഫിൽറ്ററും, എങ്കിൽ മാത്രമേ നല്ലൊരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾക്ക് ഏതൊരു വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ ആണെങ്കിലും അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ആണെങ്കിലും വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയുടെ ആണെങ്കിൽ 150 രൂപ താഴെ മാത്രമേ ആകത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതിൻ്റെ കവർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു മെഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും വലിയ ജീവികൾ, എലികളൊക്കെ കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. എലികൾ കയറി പോവുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ എയർ ഫിൽറ്റർ അത് ഹോളുണ്ടാക്കാം. ഇതാണ് എയർ ഫിൽറ്റർ. ഏകദേശം നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാൻ നല്ല കളറായിട്ടുണ്ട്. ഫ്രണ്ട് നമ്മൾ നല്ല രീതിയിൽ പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ല എന്ന കാര്യം എല്ലാവരും ഓർക്കുക. ഇത് ക്ലീൻ ചെയ്യരുത്. ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. ഇത് പേപ്പറാണ്. ഈ പേപ്പറിൽ ചെറിയ അളവിൽ ഓയിലുണ്ട്. ആ ഓയിൽ, ഒരു ചെറിയ അളവിൽ ഓയിൽ അതിൽ ഉള്ള ഡസ്റ്റുകളെ ഒട്ടും നമ്മളെ വണ്ടിക്കകത്തോട്ട് വിടാതെ നമ്മൾ ആ പേപ്പറിൽ തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഒരു ഓയിൽ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ല. വളരെ തുച്ഛമായ പൈസയുള്ളൂ. 125 രൂപ മറ്റും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് പുതിയത്. പുതിയതിൻ്റെ കളറും പഴയതിൻ്റെ കളറും തമ്മിൽ നോക്കുക. പുതിയത് നല്ല പേപ്പറാണ്. പിന്നെ സൈഡിൽ ഒക്കെ വല്ല ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ പഞ്ചിങ് ഒക്കെ ശരിയായിട്ട് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പഴയതിൻ്റെ ഉൾഭാഗത്ത് നോക്കുക. നല്ല രീതിയിൽ പൊടിയൊക്കെ അടിഞ്ഞ് കൂടിയിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊക്കെ. നമ്മൾക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് അപ്പോൾ കരി പിടിച്ചിരിക്കുന്നതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നോക്കുക. ജസ്റ്റ് പഞ്ചിങ് എല്ലാം ഓക്കെ ആണോ, എവിടെയെങ്കിലും ഹോളൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് പുതിയ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. പുതിയ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഉൾഭാഗവും സൈഡും എല്ലാ ഭാഗങ്ങളും. ഇനി നമ്മൾക്കിത് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പം ഇതിന് ലോക്ക് ആകാൻ വേണ്ടി അവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ പ്ലേസ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കവർ ഇട്ട് കൊടുക്കാം. കവറിൽ ഞാനിവിടെ ഒരു ചെറിയൊരു മെഷ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പം 1-2 ആഴ്ചയൊക്കെ വണ്ടി എടുക്കാതെ വെച്ചേക്കുവാണെങ്കിൽ എലിയൊക്കെ കയറി പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വല്ല ഇലകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്രിവെൻഷൻ എന്ന രീതിയിൽ ഒരു ചെറിയൊരു മെഷ് കട്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നതാണ്. എലികളൊക്കെ കയറി പോകണമെങ്കിൽ ചിലപ്പം എയർ ഫിൽറ്ററൊക്കെ കറണ്ട് തിന്നേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 4 സ്ക്രൂകളും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ സൈഡായിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. മൊത്തമായിട്ട് ആദ്യമേ ടൈറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കൊള്ളിച്ച് നിർത്തിയതിന് ശേഷം അവസാനം അത് മൊത്തമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ആർക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. വളരെ തുച്ഛമായ പൈസയാകത്തുള്ളൂ. പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.